ഇപ്പോൾ ലോക തലങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നെതന്യാഹു വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചാനൽ 12 ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കാര്യം വളരെ സീക്രട്ടാക്കി വെക്കാൻ വേണ്ടി, അതിരഹസ്യമായി വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കീപ് ഇറ്റ് സീക്രട്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നെതന്യാഹു അത് ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഭാഗത്ത് വലിയ സമ്മർദ്ദങ്ങളാണ് ഇതിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഫയലുകളാണോ ഇത്രമാത്രം വലിയ സമ്മർദ്ദത്തിലാക്കുന്നത് എന്നറിയില്ല. എന്തായിരുന്നാലും നെതന്യാഹുവിന്റെ ഭാഗത്ത് ശക്തമായ രൂപത്തിലുള്ള സമ്മർദ്ദം മേലുണ്ട്. മാത്രമല്ല, ഈ ഒരു യുദ്ധത്തിൽ GCC രാഷ്ട്രങ്ങളെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി യുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മറ്റു രാഷ്ട്രങ്ങളെല്ലാം തള്ളിക്കളയുമ്പോൾ പരസ്യമായി തന്നെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാനാണ് നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം ഒരു ഏജൻസി, അതായത് ഇസ്രായേലും അമേരിക്കയും ആയുധം നൽകി ഇസ്രായേലിനെയും പരസ്പരം ആക്രമിക്കാൻ, പരസ്പരം യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അതല്ല എങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും വ്യക്തമായ താവളമൊരുക്കി യിൽ വെച്ച് യുദ്ധം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സമ്മർദ്ദമാണ് ക്ക് മേലുണ്ടാകുന്നത്. നെതന്യാഹു മാത്രമല്ല, അവരുടെ മുൻ പ്രൈം മിനിസ്റ്റർ നെഫ്റ്റാലി ബെന്നറ്റ്, അദ്ദേഹവും സന്ദർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ അതുപോലെ ഇസ്രായേലും തമ്മിൽ രഹസ്യമാക്കി വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. ഈ പുറത്തു വരുന്നത് സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി കൂടെയാണ്. കാരണം രഹസ്യമായി വെക്കുമ്പോൾ അവർക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഇതെല്ലാം പരസ്യമാക്കുന്നതിലൂടെ ആ പ്രതിസന്ധികൾ മാറിക്കിട്ടും. അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗം ചേർന്ന് യുദ്ധം ചെയ്യാൻ, ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ശക്തമായ സമ്മർദ്ദമാണ് യുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും മറ്റു GCC രാഷ്ട്രങ്ങൾ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്.